പല അവസരത്തിലെ പല സന്ദർഭത്തിലും മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന കുറച്ച് സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഉള്ളതാട്ടോ ഈ വീഡിയോ. അതായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങുന്ന ഒരു ബിന്ദുവിൽ നിന്നാണെന്ന് പറഞ്ഞ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്നൊരു കമൻ്റാണ്. സഹോദരിയുടെ പേര് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് കാണാം ആ വീഡിയോ. ആ കമൻ്റ് അവിടെ കിടപ്പുണ്ട്. അതിന് ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടി ഭയങ്കരമായിട്ട് അതിനെ മോശക്കാരിയായിട്ടും ഭയങ്കര മാനസികമായിട്ടും വിഷമം അനുഭവിപ്പിക്കുന്നുണ്ട് എന്ന്, നായായിട്ട് ജീവിക്കുന്നതിൽ നരിയായിട്ട് ജീവിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ കമൻറ്റ്. ശരിക്കും പറഞ്ഞ സങ്കടം തോന്നിയത് വായിച്ചപ്പം. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെയുണ്ട്. അതിനകത്ത് ഒരു നീണ്ട ഇതാണ് എഴുതിയേക്കുന്നത്. ഇങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ ഇല്ല, ഇതിങ്ങനെ പറയണ വെറുതെ. സുഖിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതായത് ജീവിതത്തിൽ എവിടെയും ബഹുമാനം കിട്ടുകയും എല്ലാവരുടെയും സ്വന്തം വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ നല്ല ബഹുമാനത്തോടെ ജീവിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെയുള്ളവർക്കൊന്നും ഇതൊരു വിഷമമായിട്ട് തോന്നില്ല. പക്ഷേ ജീവിതത്തിൽ രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും സാധിക്കാതെ കിടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയാമോ? രാത്രിയിലൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഭർത്താവും സമ്മതിക്കില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരും സമ്മതിക്കാത്ത എത്രയോ സ്ത്രീകൾ വിഷമിക്കുന്നുണ്ടെന്നറിയാമോ നമ്മുടെ ഈ നാട്ടിൽ. നമ്മൾ പക്ഷേ അതൊന്നും അറിയില്ല. അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആ വീട്ടിലെ വേലക്കാരിയെക്കായാലും കഷ്ടമായിട്ട് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാമോ? അങ്ങനെയുള്ള സ്ത്രീകളിൽ ഒന്ന് ചിന്തിക്കണം. നമ്മളെപ്പോഴും പറയും ബോൾഡാകാൻ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തം നേടണം എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ കിടക്കുകയാണ്. നമ്മളൊരു കാര്യം ചെയ്യണം, എങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. എത്ര പൊന്നെ തന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഷൈനിക്കൊക്കെ പറ്റിയ പോലെ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയൊന്നുമില്ല. എങ്കിലും സ്വന്തമായ ഒരു തൊഴിൽ കണ്ടുപിടിച്ച് നമ്മൾ മുന്നേറിപ്പോകണം. നമ്മുടെ കാലം നിന്നിട്ടുണ്ടല്ലോ, ആരും നമ്മുടെ പുറകെ വരാൻ പോകുന്നില്ല, ആരും നമ്മൾ ഉപദ്രവിക്കാൻ വരികയില്ല. പോയി പണി നോക്കാനുള്ള ഒരു ബോൾഡ്, അതായത് നമ്മൾ നിന്ന് കൊടുക്കുക. നമ്മുടെ കല്യാണം കഴിയുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അടിയറ വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ തലയിലേക്ക് ഇവരൊക്കെ വന്ന് കയറുന്നത്. നമ്മളെ അടുത്തൊന്നും നടക്കില്ല, നമ്മൾ ഇച്ചിരി ബോൾഡാണ്, നമ്മുടെ അടുത്തൊന്നും ഒരു കാര്യങ്ങളും നടക്കില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെയൊന്നും വരില്ല. പലപ്പോഴും സംഭവിക്കണത് എന്നാണെന്നറിയാം, നമ്മൾ പാവമല്ലായിരിക്കാം, നമ്മുടെ യഥാർത്ഥ മുഖം അവിടെ കാണിക്കില്ല. നമ്മളെ ഇവളോട് എന്ത് പറഞ്ഞാലും കേൾക്കും, അല്ലെങ്കിൽ ഇവനോട് എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഇവരൊക്കെ നമ്മുടെ തലയിൽ കയറി നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത്. ഉറപ്പായ കാര്യം. പിന്നെ എപ്പോഴാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനൊരു ശ്രമം നടത്തണം. പിന്നെ ഇവരെന്ത് പറഞ്ഞാലും അതിന് നമുക്ക് യോജിക്കുന്നതല്ലേ നോ പറയാൻ തന്നെ പഠിക്കണം. നോ പറയുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ നോ പറഞ്ഞിരിക്കണം. അല്ലാണ്ട് നമ്മളതിന് നമ്മുടെ സ്വർണ്ണങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പം അവളുടെ സ്വർണ്ണങ്ങൾ അല്ലെങ്കിൽ അവളുടെ സ്വത്തുക്കൾ, അവരുടെ പണം എല്ലാം എടുത്തിട്ട് അവളെ കറിവേപ്പിലെ പോലെ എടുത്തെറിയുമ്പം അവിടെ ആ കുട്ടിക്ക് ആദ്യമേ ഒന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടിയില്ലാത്ത കാര്യം അത്. ഇന്നത്തെ കാലമല്ലേ അത്. പക്ഷേ പലപ്പോഴും പെൺകുട്ടികൾ എന്നാണെന്നറിയാം, അയ്യോ അങ്ങ് ജീവിച്ചു പോയേക്കാം, ഭർത്താവല്ലേ, ഭർത്താവിൻ്റെ വീട്ടുകാരല്ലേ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നോർത്ത് നമ്മൾ അവിടെയല്ലേ ജീവിക്കണേ, നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടും വലിയ രക്ഷയൊന്നുമില്ല, എന്നാൽ പിന്നെ അവിടെ അങ്ങ് അടിയെ പോയേക്കാം, എല്ലാം വിട്ടുകൊടുത്തേക്കാം. അങ്ങനെ പോയിട്ടുണ്ടോ? നമ്മളെ അവർ നിരപ്പാക്കിയിട്ടേ അടങ്ങുള്ളൂ. എനിക്കും ഈ സഹോദരിയോട് പറയാനുള്ള എന്നാണെന്നറിയാവോ, നമുക്ക് പറയാനുള്ള ഒരു വോയിസ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എന്ത് കാര്യവും പറയണം, തുറന്ന് സംസാരിക്കുക. പിന്നെ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ എന്താണോ തിരുത്തൽ വരുത്തേണ്ടത് അത് തിരുത്താൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. ഇപ്പം ഒരാൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അതല്ല, നമ്മൾ അതും ചെയ്തു കൊടുത്തു എന്നിട്ടും നമ്മളൊരു ശല്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് നമ്മളങ്ങോട്ട് തിരിച്ചു ചോദിക്കുക. എന്നിട്ട് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ തൂങ്ങിക്കിടന്നിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുപോയി രോഗങ്ങളായി ദുരിതങ്ങളായി എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് കയ്യിലൊരു വരുമാനം ഉണ്ടാക്കാൻ ആദ്യം ശ്രമിക്കുക. അതാ വേണ്ടത്. എപ്പോഴും നമ്മൾ അടിമയായിട്ടുണ്ടെങ്കിൽ അടിമ തന്നെയായിരിക്കും. അടിമകൾക്ക് ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ രക്ഷപ്പെട്ടാലും നമ്മുടെ പുറകെ നടന്ന് പിന്നെ വരും. നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുന്നവർക്ക് പിന്നിൽ നിൽക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുന്നിൽ നിന്ന് അവർക്ക് കുത്താൻ സാധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ മുന്നിലോട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. പിന്നിൽ നിന്ന് ഒത്തിരി പേര് കുത്തിക്കോളും. അതാണ് ഈ ലോകം, അങ്ങനെയാണ്.
ഒരു കഴിവുമില്ലാത്തവരാണ്. നമ്മൾ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി, അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് അവർക്കൊരു ഒരു കുശുമ്പോ അസൂയോ എന്തോ കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തോ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്, അതേതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ മുന്നേറാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ നിന്ന് കൊടുത്താൽ ഒത്തിരി പേരെ അനുഭവം എനിക്കറിയാം. നമ്മളങ്ങോട്ട് താന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ഇഷ്ടം പോലെ പേര് കാണും. നമ്മൾ ഇതാക്കി കളയും കേട്ടോ, ഒന്നുമല്ലാതെ ആയിക്കഴിയും. അപ്പം നമ്മൾ പരമാവധി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അതിൽ എന്നാ പറയണേ, നമുക്കുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക, നമുക്ക് ഹാപ്പി ആയിരിക്കണ സമയങ്ങൾ കണ്ടെത്തുക, നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സമയങ്ങൾ കളയാതിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ആരൊക്കെ എന്തൊക്കെയുണ്ട് നമ്മുടെ കൂടെ നിന്ന്. അപ്പം അത് മനസ്സിലാക്കാൻ ഒരു ബോധം ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക, ആദ്യമേ രക്ഷപ്പെടാൻ ശ്രമിക്കുക. നമുക്കൊരു പരിധിയിൽ കൂടുതൽ അവരുടെ ഇടയിൽ നമുക്കൊരു സ്ഥാനമില്ല എന്ന് വന്നാൽ ഒട്ടും താമസിക്കരുത്, നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ പിന്നെയും നമ്മൾ അതിനകത്ത് കിടന്ന് അവരുടെ തിക്താനുഭവങ്ങൾ മുഴുവൻ അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ള എന്നാ, പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ വെറും നമ്പറുകൾ മാത്രമാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക. നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് നമ്മൾ ബോൾഡായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അസുഖങ്ങൾ ഭേദമാകും. നമ്മുടെ മുഴുവൻ ടെൻഷൻ കൊണ്ടാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് വയ്യായിക തന്നെ എന്തുകൊണ്ടാണെന്നറിയാവോ? നമുക്ക് അസൂയയും ജീവിതശൈലി രോഗങ്ങൾ മുഴുവൻ നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക, അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, നമ്മളെ ഇഷ്ടപ്പെടുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ നമ്മളൊരു ബോൾഡാക്കി എടുക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് പറ്റുന്നത്. അല്ലാണ്ട് വേറൊന്നുമില്ല. അവിടെ കടിച്ചു തൂങ്ങി കിടന്നിട്ട് ഒരു കാര്യവുമില്ല. കടിച്ചു തൂങ്ങി കിടന്ന് കുറേ നാൾ കിടക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടും, അത്രമാത്രം. അതെവിടെ ചെന്നാലും നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഉള്ളതെല്ലാം അവരുടെ മുമ്പിൽ കൊണ്ട് അടിയറ വെച്ചിട്ട് നമ്മളിങ്ങ് പോരാണ്ടിരിക്കുക. അതിന് നമ്മൾ കേസ് നടത്തിയോ എന്തെങ്കിലുമായിട്ട് നമുക്ക് മേടിച്ചെടുക്കാനുള്ള എല്ലാം മേടിച്ചെടുത്തോളുക. ഉള്ളതെല്ലാം കൊടുത്തിട്ട് നമ്മൾ ആട്ടും തുപ്പും വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചിലർക്ക് വരുന്ന കുഴപ്പമാണ്, സർവ്വതും കൊണ്ടേ കൊടുക്കും. സ്വർണ്ണമാണെങ്കിലും സ്ഥലമാണെങ്കിലും ഉള്ള ജീവിതത്തിലെ സർവ്വ സമ്പാദ്യങ്ങളും കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അവരുടെ ചീത്ത കേൾക്കേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ബോൾഡായിട്ട് ചിന്തിക്കുക. നമുക്ക് അത് മേടിച്ചെടുക്കാനുണ്ടെങ്കിൽ തിരിച്ച് മേടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ പണി നോക്കി പോവുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇനിയാണെങ്കിലും ചിന്തിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. നമ്മുടെ ആകെയുള്ളൊരു കൊച്ചു ജീവിതമാണ്. ആ കൊച്ചു ജീവിതത്തിൽ ഇങ്ങനെ അടിമയായിട്ട് ഇങ്ങനെ കഷ്ടം തോന്നി. എനിക്കത് വായിച്ചിട്ട് ശരിക്കും സങ്കടം വന്നുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ഞാൻ ഇട്ടത്. അങ്ങനെയൊന്നും അനുഭവിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സങ്കടം തോന്നി, പാവം തോന്നി. അപ്പം എന്താ ചെയ്യേണ്ടത്? അതിനെന്താ ചെയ്യേണ്ടതെന്ന് ആ സഹോദരി ഈ വീഡിയോ കാണുമായിരിക്കാം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ഫാമിലിപ്പെട്ടവർ അതിന് കമൻറ്റ് ചെയ്യുക. ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. അവരിപ്പോൾ പറയണം അവർക്ക് ഒത്തിരി അസുഖങ്ങളുണ്ട്, അസുഖത്തിൽ നിന്നൊന്നും രക്ഷയില്ല, ഭർത്താവിൻ്റെ അമ്മയും ഒക്കെ ഉപദ്രവവും മടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടം അല്ലേ? എനിക്കിങ്ങനെ ഒത്തിരി പേരെ അറിയാവുന്നതുകൊണ്ടും ചില സാഹചര്യങ്ങളൊക്കെ ഞാനും കടന്നു പോയതുകൊണ്ടും എനിക്കറിയാം. നമ്മൾ ഒന്നുമില്ലായ്ക എന്ന് പറഞ്ഞ പട്ടിണി നമുക്ക് സഹിക്കാം അല്ലേ? ദാരിദ്ര്യമാണെങ്കിൽ നമ്മുടെ വീട്ടിലെങ്കിൽ നമുക്ക് സഹിക്കാം. നമ്മളെ വെറും ഒന്നും അല്ലാതാക്കുന്ന അവസ്ഥ അതത്ര ചിലർക്ക് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ ലോകം അങ്ങനെയാണ്. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് നമുക്ക് സാധിക്കും, നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നേ. അല്ല നമ്മളങ്ങ് മുന്നോട്ട് പൊക്കോളുക. അതാ വേണ്ടത് കേട്ടോ. അപ്പോൾ തളർന്നിരിക്കരുത്. സ്വന്തം കാര്യം എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. എന്നിട്ട് ആ വഴിക്ക് പോവുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും ഒരു കടയിലാണെങ്കിലും പോയി നിന്ന് അവനവൻ്റെ കാര്യം നോക്കുക. മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ഈ പറയണവരെ ഒരു വിലയും കൊടുക്കാണ്ടിരിക്കുക. അവർക്ക് സാധിക്കാത്ത എന്തോ നമ്മൾ സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ പുഞ്ചിരിയോടുകൂടി അവർ പറയുന്നത് കേൾക്കുക. എന്നിട്ട് നമ്മൾ പോവുക. മറുപടി പറയണ്ട. ഈ ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ പിന്നെയും പ്രശ്നങ്ങളാണ്. അവർ പറയുന്നത് കേൾക്കുക. എന്നിട്ട് നമ്മൾ മിണ്ടാണ്ട് നമ്മുടെ വഴിക്ക് പോവുക. ഞാൻ മനസ്സിലാക്കിയതൊക്കെയാണ്.
നമ്മളതിനെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് കൂടുതലാണ്, അവർക്ക് കൊണ്ടല്ലോ എന്നൊക്കെ. നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെ തിരിച്ചു പറയാൻ തുടങ്ങുമ്പോൾ അവർ വിചാരിക്കും അവൾ തിരിച്ചു പറഞ്ഞു എന്ന്. അതിലൊന്നും നമ്മൾ തല വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അതൊന്നും തല വെച്ച് കൊടുക്കുകയും വേണ്ട, നമ്മളത് മൈൻഡ് ചെയ്യുമ്പോൾ വേണ്ട കേട്ടോ. എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ള അത് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിക്കോ, അതാ നല്ല. മക്കളുണ്ടെങ്കിൽ അവരെയും വളർത്തി അവരെയും നല്ല രീതിയിൽ ഇതിങ്ങനെയുള്ളതിൻ്റെ ഇടയ്ക്ക് കിടന്നിട്ടുണ്ട് ആ മക്കളെയും കൂടെ മനസ്സൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പം നമ്മൾ അധികം സമയം കളയാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ഒത്തിരി കേട്ട് നായായിട്ട് ജീവിക്കണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പെട്ടുപോയില്ലേ നമ്മൾ വന്ന്, നമ്മൾ പെട്ടുപോയില്ലേ. ഇനിയിപ്പം നമ്മൾ രക്ഷപ്പെടാനല്ലേ മാർഗ്ഗം നോക്കണ്ടേ. അതാണ് വേണ്ടത് കേട്ടോ. എനിക്കപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ പറയാനുള്ളൂ. അപ്പം നാളെ ഈസ്റ്റർ അല്ലേ, എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു കേട്ടോ, അഡ്വാൻസ് ആയിട്ട്. അപ്പം ഈ സഹോദരി നല്ല ബോൾഡായിട്ടിരിക്കുക, സന്തോഷവതിയായിട്ടിരിക്കാൻ ശ്രമിക്കുക. മൈൻഡ് ചെയ്യണ്ട, നോ പറയേണ്ട അടുത്ത് നോ പറയുക. എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒന്ന് നിർത്തുക. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവും ലോകത്തില്ല. നമ്മളെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ നമുക്കുള്ളൂ എന്ന് ചിന്തിക്കുക. നമ്മുടെ കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് സന്തോഷവതിയായിരിക്കുക. അപ്പോൾ ബൈ ബൈ.